പോവേ എങ്ങട്? നളിനിയുടെ അടുത്തേക്ക്. എന്തിന്? ഇവിടെ എന്താ കുഞ്ഞമാമയ്ക്കൊരു കുറവ്? നീയുള്ളടത്ത് കുഞ്ഞുമാമയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല. എനിക്ക് എന്നെ മനസ്സിലാകുന്നില്ല. എന്താ എന്റെ ഉദ്ദേശം? ഇനി ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കുഞ്ഞോ? അതേ അബൂക്ക. നാട്ടുതനിമയാർന്ന പച്ച മനുഷ്യരുടെ വേഷങ്ങൾ ചലച്ചിത്രങ്ങളിൽ അനശ്വരമാക്കിയ അതുല്യ നടൻ ശ്രീ അബൂബക്കറിന്റെ ഇളയ മകൻ ശ്രീ കലാഭവൻ നവാസ്. അങ്ങനെ ജനങ്ങൾ ഇതുവരെ പറ്റിച്ച നിന്നെ പറ്റിക്കുന്ന അവസാനത്തെ എപ്പിസോഡ്. And now you are take. നീ എന്നോടൊന്നും പറഞ്ഞില്ല. ഗുഡ് നൈറ്റ്. മതിയാ. കലാഭവൻ വേദികളിലൂടെ സിനിമയിലെത്തി നായകനായും ഉപനായകനായും ഹാസ്യനടനായും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുവാൻ ഈ കലാകാരന് സാധിച്ചു. ഇവൻ കള്ളനാ. കള്ളനാരെന്ന് കണ്ടുപിടിക്കാനാണല്ലോ വർഗീസലാപ്പ ഞാനിത് വിട്ടോണ്ട് നിക്കണം. ജോർജ് സാർ, അപ്പൊ അടുത്ത സീൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യല്ലേ? ശ്രീ ലാൽ സംവിധാനം ചെയ്ത കോബ്ര എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കും ലാലു അലക്സിനും വേണ്ടി ഗാനമാലപിച്ച് പിന്നണി ഗാനരംഗത്തും നവാസ് തന്റെ സാന്നിധ്യം തെളിയിച്ചു. എന്റെ നെഞ്ചിലുള്ളിൽ കാറ്റിലടന കൂടിരിപ്പുണ്ട്, കൂട്ടിനുള്ളിൽ രണ്ടിലങ്കിലി പൈതങ്ങളുണ്ട്, പൈതങ്ങൾക്കൊരു താലിക്കെട്ടുണ്ട്, താലിക്കെട്ടണ രണ്ടു പേരുണ്ട്. അനുകരണകലയിൽ പ്രശസ്ത താരങ്ങളുടെ ശബ്ദം മാത്രമല്ല, ഗായികമാരുടെ ശബ്ദത്തിൽ ഗാനങ്ങൾ ആലപിക്കാൻ പോന്ന വൈഭവം കൊണ്ട് വ്യത്യസ്തനാണ് ശ്രീ നവാസ്. അഭിനയ രംഗത്തും ഗാനരംഗത്തും മിമിക്രി രംഗത്തും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച അനുഗ്രഹീത കലാകാരൻ ശ്രീ കലാഭവൻ നവാസ്.